നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 22 വെള്ളിയാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. US-ലെ 3 മാർക്കറ്റുകളും ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ ഡൗ ജോൺസ് ആണ് 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തത്. കൂടാതെ ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്തിരുന്ന US-ലെ എൻവിഡിയുടെ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. റവന്യൂവിൽ 94% വർധനവ് കണ്ടു. എന്നാൽ നല്ല റിസൾട്ട് ആയിരുന്നെങ്കിൽ കൂടി കഴിഞ്ഞ 3 ക്വാർട്ടറുകൾ പരിശോധിക്കുകയാണെങ്കിൽ 122%, 262%, 265% എന്നിങ്ങനെയുള്ള ഒരു വർധനവാണ് റവന്യൂവിൽ വന്നത്. ഈ ഒരു മുൻകാലങ്ങളിലെ റിസൾട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ല റിസൾട്ട് അല്ല ഇത്തവണ പുറത്തു വന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ ചെറിയൊരു വർധനവ് മാത്രമാണ് കണ്ടത്. കൂടാതെ ഇന്നലെ അവിടെ ആൽഫബറ്റ്, ഗൂഗിളിന്റെ പാരന്റ് കമ്പനി 4.5% ഇടിഞ്ഞു. ഇന്ന് ഫോക്കസിലുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ തന്നെയാണ് ഫോക്കസിലുള്ളത്. അദാനിക്കെതിരായ ആരോപണങ്ങളും അറസ്റ്റ് വാറന്റും ഉൾപ്പെടെയുള്ള ധാരാളം സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ US-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഇമ്പാക്ട് ഇന്ത്യൻ വിപണിയിൽ എത്തരത്തിലായിരിക്കും എന്നതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തൊട്ടുമുകളിലുള്ള ഐ ബട്ടണിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് അതുകൂടി ഒന്ന് കണ്ടുവരാവുന്നതാണ്. എന്നിരുന്നാലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 100 പോയിന്റ്സിന്റെ പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി അസറ്റ് ക്ലാസുകളിൽ ബിറ്റ്കോയിൻ 1 ലക്ഷത്തിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അദാനി ഗ്രൂപ്പ് US കൈക്കൂലി തട്ടിപ്പ് ആരോപണങ്ങൾ നേരിടുന്നത് സംബന്ധിച്ചതാണ്. അപ്പോൾ ഇന്നലത്തെ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഒന്നുകൂടി ചുരുക്കി ആ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. US പ്രോസിക്യൂട്ടർമാർ ഗൗതം അദാനിക്കും അദാനി ഗ്രീൻ എനർജിയിലെ മുതിർന്ന എക്സിക്യൂട്ടീവുകൾ ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ $265 മില്യൺ കൈക്കൂലിയും വഞ്ചനയ്ക്കും എതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇനി ഈ ആരോപണങ്ങളുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ 2019-നും 2020-നും ഇടയിൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി, അതായത് SCCI സോളാർ എനർജി കരാറുകൾ ഉറപ്പാക്കാൻ വികസന ഫീസ് എന്ന വ്യാജേന അവർ കൈക്കൂലി നൽകിയതായിട്ടാണ് ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇന്നലെ 7 മുതൽ 23% വരെ ഇടിഞ്ഞു. ഈ ആരോപണങ്ങളെല്ലാം അദാനി ഗ്രൂപ്പ് ഇതിനോടകം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണിക്കുന്നത്. എന്നിരുന്നാലും അദാനി ഗ്രൂപ്പ് ഓഹരികൾ വലിയ ഇടിവിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിപണിയെ ബാധിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യൻ വിപണി പുതിയ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ RBIയിൽ നിന്നും നമുക്കൊരു പോസിറ്റീവ് കമന്റ് ലഭിക്കേണ്ടതുണ്ട്. എന്നായിരിക്കും ഒരു റേറ്റ് കട്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്നായിരിക്കും കുറയുക എന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിന് സമാനമായ ഒരു കാര്യം ഇന്നലെ പുറത്തു വന്നത്. RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സ്ഥിരമായ പണപ്പെരുപ്പം വളർച്ചയ്ക്ക് നിർണായകമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. സാമ്പത്തിക വളർച്ചയ്ക്കും മെച്ചപ്പെട്ട വാങ്ങൽ ശേഷിക്കും അനുകൂലമായ നിക്ഷേപ അന്തരീക്ഷത്തിനും സുസ്ഥിരമായ പണപ്പെരുപ്പം നിർണായകമാണെന്ന് RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് ഊന്നി പറയുന്നു. കൂടാതെ പണപ്പെരുപ്പം കനത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് ദരിദ്രരെ ആനുപാതികമായി അത് ബാധിക്കുന്നുണ്ട്. വിലസ്ഥിരത അനിവാര്യമാണെന്നും അദ്ദേഹം എടുത്തു കാണിക്കുന്നു. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലും ഒരു റേറ്റ് കട്ട് വേണം എന്ന ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ RBI ഗവർണർ ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ മാത്രമേ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള സൂചനകളാണ് തരുന്നത്. ഏതായാലും ഡിസംബറിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത്. പൊതുപ്രശ്നങ്ങൾക്കായുള്ള 1% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സെബി നിർത്തുന്നു. പബ്ലിക് ഇഷ്യൂകൾ ആരംഭിക്കുന്നതിന് മുൻപ് കമ്പനികൾ ഇഷ്യൂ വലിപ്പത്തിന്റെ 1% സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിക്ഷേപിക്കണമെന്ന നിബന്ധന സെബി നീക്കം ചെയ്തു. ഇത് ഉടനടി പ്രാബല്യത്തിലും വരും. ഈ ഒരു വാർത്ത പുതുതായി IPO ലോഞ്ച് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിനു മുന്നേയായി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ മാർക്കറ്റുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ഈ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ആദ്യത്തെ സ്റ്റോക്ക് പ്രോട്ടീൻ ഗവേൺ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ നോൺ പ്രൊമോട്ടർ ഷെയർ ഹോൾഡറായ NSE ഇൻവെസ്റ്റ്മെന്റ് നവംബർ 22 മുതൽ 25 വരെ ഓഫർ ഫോർ സെയിൽ വഴി പ്രോട്ടീനിലെ 20.31% ഓഹരികൾ വിൽക്കും. മറ്റൊരു കമ്പനി SJVN ആണ്. സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജ വികസനത്തിനായി രാജസ്ഥാൻ സർക്കാരിന്റെ ഊർജ്ജ വകുപ്പുമായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഉത്തരാഖണ്ഡ് പ്രൊജക്ട് ഡെവലപ്മെന്റ് ആൻഡ് കൺസൾട്ടിംഗ് കോർപ്പറേഷനിൽ നിന്ന് 1274 കോടി രൂപയുടെ പദ്ധതി കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ഹുണ്ടായി മോട്ടോർ ഇന്ത്യ എന്ന കമ്പനി.
ഓട്ടോമൊബൈൽ കമ്പനി തമിഴ്നാട്ടിൽ 2 പുനരുപയോഗ ഊർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കും. അടുത്തത് LTI Mindtree എന്ന കമ്പനിയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓപ്പൺ മാർക്കറ്റ് ഇടപാടുകൾ വഴി 2024 മാർച്ച് 20-നും നവംബർ 11-നും ഇടയിൽ LTI Mindtreeയുടെ 2.01% ഓഹരി വാങ്ങി. ഇതോടെ കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം 5.03%-ൽ നിന്ന് 7.03%-ആയി ഉയർത്തിയിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ അദാനി എന്റർപ്രൈസസ്, നാഷണൽ അലുമിനിയം കമ്പനി, ആർത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് തുടങ്ങിയവയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഒരുപാട് പേർ ഓപ്ഷൻസിൽ ഒരുപാട് പണം കളയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഇതിലെല്ലാം കൈവയ്ക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻസിനെ കുറിച്ച് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സുവർണാവസരം ഞങ്ങൾ തരികയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. US കോടതി ഗൗതം അദാനിയെയും മറ്റുള്ളവരെയും ഒരു കേസിൽ കുറ്റം ചുമത്തിയതോടെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ കൂപ്പുകുത്തി. ഇന്നലെ 7 മുതൽ 23% വരെയാണ് സ്റ്റോക്കുകൾ ഇടിഞ്ഞത്. ഇന്നലെ ഇന്ത്യൻ വിപണിയിലും നല്ല ഇടിവ് തന്നെയാണ് കണ്ടത്. സെൻസെക്സ് 423 പോയിന്റ്സും നിഫ്റ്റി 169 പോയിന്റ്സും മിഡ് ക്യാപ് 163 പോയിന്റ്സും നിഫ്റ്റി ബാങ്ക് 254 പോയിന്റ്സുമാണ് ഇടിഞ്ഞത്. പവർ ഗ്രിഡിൽ വീണ്ടും ഒരു ബൈയിങ് ആണ് ഇന്നലെയും കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. ഇന്ത്യ ഹോട്ടൽസ് റെക്കോർഡ് ഹൈ ഇന്നലെ ടച്ച് ചെയ്തു. സുസ്ലോൺ എനർജി ഇന്നലെയും തുടർച്ചയായ 3ാമത്തെ ദിവസവും അപ്പർ സർക്യൂട്ടിൽ ടച്ച് ചെയ്തു. അദാനി ഗ്രൂപ്പ് PSP പ്രോജക്ട്സ് ഏറ്റെടുക്കുന്നു എന്ന വാർത്ത പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച സ്റ്റോക്ക് 15% ഉയർന്നിരുന്നു. എന്നാൽ അതേ വാർത്ത വ്യാഴാഴ്ച നെഗറ്റീവ് ആയതിനെ തുടർന്ന് 10% നഷ്ടത്തിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് 23,349-ൽ 168 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതാണ് 23,340 മുതൽ 23,210 വരെയുള്ള ലെവൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണത്. പ്രത്യേകിച്ച് ഈ ഒരു 23,340-ന്റെ ആ ഒരു ലെവലിലാണ് ജൂൺ മാസത്തെ ആ ഒരു വീക്ക്ലി പിൻബാർ വരുന്നത്. നമ്മൾ പറഞ്ഞ ആ ഒരു സോൺ കൃത്യമായി തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 23,263 എന്ന ലോ ആണ് ഇന്നലെ ടച്ച് ചെയ്ത്. അതിനുശേഷം ആ ഒരു ലെവലിന് നമ്മൾ പറഞ്ഞ ആ ലെവലിന് മുകളിലായിട്ടാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതും. വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലുള്ളത് 50 വീക്ക് EMA ഉള്ളത് 23,230 ലെവലിലാണ്. അതുകൊണ്ട് ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ലോവർ വീക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അതായത് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഒരു ബിയറിഷ്നെസ് തന്നെയാണ്. കൂടാതെ ഇന്നലത്തെ ബിയറിഷ് വോളിയം ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലുമായിരുന്നു. അതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വന്നാൽ RSI ഇപ്പോൾ ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിൽ തന്നെയാണ്. ഇന്നലെ 28 റേഞ്ചിലാണ് RSI ഉള്ളത്. അതുകൊണ്ട് ഒരു പുൾ ബാക്കിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് 200 ഡേ EMA ഉള്ളത് 23,540 ലെവലിലാണ്. അത് ആണ് ആദ്യത്തെ ഒരു ബാരിയർ ആയി വരുന്നത്. അത് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സ്ട്രെങ്ത് കൈവരുന്നതാണ്. ഏതായാലും വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഏതാണ് സപ്പോർട്ട് ഏതാണ് റെസിസ്റ്റൻസ് എന്ന് കാണിച്ചു തരുന്നതെന്ന് നോക്കാം. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,350 അതിനുശേഷം 23,400 സ്ട്രൈക്കിലും അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,350 അതിനുശേഷം 23,300 സ്ട്രൈക്കും അതിനുശേഷം 23,100 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,300 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ഏതായാലും കോൾ സൈഡിന് തന്നെയാണ് ഇന്നലെ മുൻതൂക്കം കാണുന്നത്. 23,350 സ്ട്രൈക്കിൽ 1,539% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 6,123% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 23,300 സ്ട്രൈക്കിൽ 563% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 1,464% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത് ഒരു ഷോർട്ട് ബിൽഡപ്പ്. എന്നാൽ പുട്ട് സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് സ്ട്രൈക്കിലും നല്ല സ്ട്രെങ്ത് ആണ് കോൾ സൈഡിൽ കാണിക്കുന്നത്. 23,400 സ്ട്രൈക്കിൽ 22% ഇടിവ് പുട്ട് സൈഡിൽ ഒരു ലോങ് അൺവൈൻഡിങ് കാണുമ്പോൾ 440% വർധനവാണ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് സ്ട്രെങ്ത് ഉള്ളത് എന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇൻട്രാഡേയിൽ 865 പോയിന്റ്സ് ഇടിഞ്ഞെങ്കിലും ഒരു സ്മാർട്ട് റിക്കവറിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 254 പോയിന്റ്സ് ഇടിഞ്ഞ് ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 50,373 ബാങ്ക് നിഫ്റ്റി വളരെ ക്രൂഷ്യലായ 200 ഡേ EMAക്ക് താഴെ ട്രേഡ് ചെയ്തെങ്കിലും ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് അതിന് മുകളിലായിട്ട് തന്നെയാണ്.
അതായത് ഒരു സ്ട്രെങ്ത് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ ഒരു ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഇവിടെ നിന്നും ഒരു പുൾ ബാക്ക് ലഭിക്കാനുള്ള സാധ്യതകളും ഇപ്പോൾ കൂടുതലുമാണ്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിലും ഒരു ഹാമർ പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അപ്സൈഡിൽ 51,000 മുതൽ 51,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഡൗൺ സൈഡിൽ 200 ഡേ EMA ഉള്ള ആ ഒരു ലെവൽ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിൽ 51,000-ലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 50,500 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,500 ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000 തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഉയരുന്നത്. 15.99 2% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഇനി FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ 5,320 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 4,200 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ സെല്ലിംഗ് അവർ വീണ്ടും കൂട്ടിയിട്ടുണ്ട്. US മാർക്കറ്റിലേക്ക് ഇന്നലെ US-ലെ 3 മാർക്കറ്റുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഡൗ ജോൺസ് ആയിരുന്നു. 1.06% ഉയർന്നു. S&P 500 0.53%, നാസ്ഡാക്ക് 0.03% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ സ്റ്റോക്കുകളിൽ ഫോക്കസിലുണ്ടായിരുന്നത് എൻവിഡിയ തന്നെയായിരുന്നു. വാൾസ്ട്രീറ്റിലെ ഏറ്റവും വലിയ കമ്പനിയായ എൻവിഡിയയുടെ ഓഹരികൾ 0.5% റിസൾട്ടുകൾക്ക് ശേഷം ഉയർന്നത്. ചിപ്പ് കമ്പനിയുടെ ത്രൈമാസ ഫലങ്ങൾ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. കൂടാതെ 4ാം പാദ വരുമാനം കമ്പനിയിൽ നിന്നും മികച്ചതായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. സ്റ്റോക്കുകളിൽ ഇന്നലെ അവിടെ 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ വലിയ രീതിയിൽ തന്നെ ഇടിയുകയുണ്ടായി. ഒന്ന് ഗൂഗിൾ പാരന്റ് കമ്പനിയായ ആൽഫബറ്റ്. ഗൂഗിൾ അതിന്റെ ക്രോം ബ്രൗസർ വിൽക്കണമെന്നും ഓൺലൈൻ സെർച്ചിങ് അതിന്റെ കുത്തക തകർക്കാൻ നടപടിയെടുക്കണമെന്നും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ വാദിച്ചതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഇന്നലെ 4.7% ഇടിഞ്ഞത്. കൂടാതെ ഇന്നലെ ആമസോൺ 2% ഇടിഞ്ഞിരുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്വന്തം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെ അനുകൂലിച്ചതിന് അടുത്ത വർഷം കമ്പനിയെ അന്വേഷിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ആമസോൺ ഇടിയാൻ കാരണമായത്. ഡാറ്റകളിൽ ഇന്നലെ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ആഴ്ച ജോബ്ലെസ് ക്ലെയിംസ് അപ്രതീക്ഷിതമായി ഇടിഞ്ഞതായി കണ്ടിരുന്നു. എന്നാൽ നവംബറിൽ തൊഴിൽ വിപണിയിൽ ഒരു തിരിച്ചുവരവാണ് കാണുന്നത്. ഏതായാലും ഇൻവെസ്റ്റേഴ്സ് ഇനി വരാനിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഡിസംബറിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇന്നലെ ഇൻഫോസിസ് 0.14% ഇടിഞ്ഞത്. വിപ്രോ 1.03% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.30% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.41% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 2.17% റിലയൻസ് ഇൻഡസ്ട്രീസ് 1.45% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.03% നേട്ടത്തിലാണ്. S&P 500 0.03% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.79% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.21% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.74% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.47% ഉയർന്നു. 4 ദിവസത്തെ ഇടിവിന് ശേഷം വിപണി വീണ്ടും ഉയർന്നു. ഇൻഷുറൻസ് സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.64% ഉയർന്നു. ടെലികോം സ്റ്റോക്കുകളിൽ 0.37% ഇടിവും കണ്ടു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. CAC 0.03% ഇടിവിലും FTSE 0.03% തന്നെ ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ പോസിറ്റീവ് ക്ലോസ് ചെയ്യുന്ന US മാർക്കറ്റുകളും ഇന്ന് പുറത്തു വന്ന ജപ്പാനിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ പോസിറ്റീവ് ആയതും ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് ഗുണം ചെയ്തിരിക്കുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.79% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റും 1% മുകളിൽ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,457 എന്ന നിലയിലാണ്. 90 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 100 മുതൽ 105 പോയിന്റ്സിന്റെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. എന്നിരുന്നാലും അദാനി ഗ്രൂപ്പിന്റെ വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ ഒന്ന് കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. ഓയിൽ പ്രൈസുകളിലേക്ക്
US ക്രൂഡ് ഇൻവെന്ററികളിൽ പ്രതീക്ഷിച്ചതിലും വലിയ വർധനവിന്റെ ആഘാതം മറികടന്ന് റഷ്യയും യുക്രൈനും പരസ്പരം മിസൈലുകൾ വിക്ഷേപിച്ചതിനാൽ വ്യാഴാഴ്ച എണ്ണവില വീണ്ടും ഉയർന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $74.35 പെർ ബാരൽ എന്ന നിലയിലാണ് 0.16% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $70.19 പെർ ബാരൽ എന്ന നിലയിൽ 0.13% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. അത് ആരും തന്നെ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. അവയെല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.